ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കലാപൂരത്തിനൊരുങ്ങി പൂരനഗരി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരശ്ശീല ഉയരും. ഊട്ടുപുരയിൽ പാലുകാച്ചൽ ചടങ്ങ് നടന്നു. ആവേശമായി സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത് പോലീസ്. സുരക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത് 1000-ഓളം പോലീസുകാരെ. കലോത്സവ വേദികൾ വിജിലൻസ് നിരീക്ഷിക്കും. ഗ്രീൻ പ്രോട്ടോകോൾ ലംഘിച്ചാൽ പിഴ ഈടാക്കുമെന്ന് മേയർ. കുണ്ടന്നൂർ മാവിൻചുവട് പരിസരത്ത് പൊന്തക്കാട് വൃത്തിയാക്കുന്നതിനിടയിൽ 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. സാരമായി പരിക്കേറ്റ 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരന്തിരിപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ കോൺക്രീറ്റ് കനാൽ തകർന്നു. പറമ്പുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തി. നിർമ്മാണത്തിലെ അപാകതയാണ് കനാൽ തകരാൻ കാരണമെന്ന ആക്ഷേപം. ഇരിങ്ങാലക്കുട കാട്ടൂരിൽ പോലീസ് ജീപ്പ് ഇടിച്ച് പരിക്കേറ്റ സൈക്കിൾ യാത്രികൻ മരിച്ചു. ദേശീയപാത 66 ചന്ദ്രാപിന്നി 17-ാം കല്ലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്ക്. വാർത്തകൾ വിശദമായി. 5 ദിവസം നീണ്ടുനിൽക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയും. 25 വേദികളിലായി 250 ഇനങ്ങളിലായി 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. നാളെ രാവിലെ 10-ന് തേക്കിൻകാട് മൈതാനിയിലെ പൂരപ്രദർശന നഗരിയിലെ പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിന് തുടക്കം കുറിച്ച് രാവിലെ 9-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് പതാക ഉയർത്തും. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഒരുക്കുന്ന പാണ്ടിമേളം അരങ്ങേറും. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ മേളപ്രമാണിമാർ പാണ്ടിമേളത്തിന് പ്രാമാണികത്വം വഹിക്കും. കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ രംഗപൂജ അവതരിപ്പിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരിക്കും കലോത്സവം അരങ്ങേറുക. പൂരനഗരി ഇനി സകല കലാനഗരിക്കാണ് സാക്ഷ്യം വഹിക്കുക. കലോത്സവം 18-ന് സമാപിക്കും. സമാപന സമ്മേളനത്തിൽ മോഹൻലാൽ മുഖ്യാതിഥിയായിരിക്കും. 64ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിൽ ആരംഭിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോകത്ത് എവിടെയും 15,000-ഓളം വരുന്ന കലാകാരന്മാരായ വിദ്യാർത്ഥികളും നടത്തിപ്പിനായി 100,000-ഓളം വരുന്ന അധ്യാപകരും നാട്ടുകാരുമെല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി നടത്തുന്ന സംരംഭം ആദ്യമായിട്ടാണ്. സ്വന്തം കാര്യമെന്നതുപോലെ അധ്യാപകരെല്ലാം സജീവമായി പങ്കെടുക്കുന്നു എന്നത് അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയ്ക്ക് രജിസ്ട്രേഷൻ മെറ്റീരിയൽസ് നൽകിക്കൊണ്ട് മന്ത്രി രജിസ്ട്രേഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, DD PM ബാലകൃഷ്ണൻ, രജിസ്ട്രേഷൻ കൺവീനർ അജിത് പോൾ ആന്റോ, വൈസ് ചെയർമാൻ K വർഗീസ്, കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്കൂൾ കലോത്സവത്തിനെത്തിയ ആദ്യ വിദ്യാർത്ഥി സംഘത്തിന് താമസ സ്ഥലത്ത് സ്വീകരണമൊരുക്കി കലോത്സവ അക്കോമഡേഷൻ കമ്മിറ്റി. തിരുവനന്തപുരം ആറ്റിങ്ങൽ KDCTHSSലെ വിദ്യാർത്ഥികളെയാണ് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ തൃശൂർ കിഴക്കേക്കോട്ട സെന്റ് മേരീസ് UP സ്കൂൾ ലൂർദിലേക്ക് ആനയിച്ചത്. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് മേയർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഫാദർ ജോസ് വല്ലൂരാൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകി. തുടർന്ന് വിശിഷ്ടാതിഥികൾ വിദ്യാർത്ഥികളുടെ താമസ സൗകര്യം പരിശോധിച്ചു. കലോത്സവത്തിന് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച താമസ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പറഞ്ഞു.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷൻ ഒരുക്കിയ ഹെൽപ്പ് ഡെസ്ക് ആൻഡ് കൺട്രോൾ റൂം പ്രവർത്തന സജ്ജമായി. കോർപ്പറേഷൻ നടത്തുന്ന ജലവിതരണം, വൈദ്യുതി, ശുചീകരണം, റോഡുകൾ, സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് 24 മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കും. വടക്കേച്ചിറ ബസ് സ്റ്റാൻഡിന് സമീപം മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ 5ാം സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിലാണ് കൺട്രോൾ റൂം ഒരുക്കിയിരിക്കുന്നത്. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. തേക്കിൻകാട് മൈതാനത്തെത്തി കേന്ദ്രമന്ത്രി കലോത്സവ ഒരുക്കങ്ങൾ വിലയിരുത്തി. ഊട്ടുപുരയും സുരേഷ് ഗോപി സന്ദർശിച്ചു. 2026 തൃശൂർ പൂരത്തിന്റെ കർട്ടൻ റൈസറായിരിക്കും കലോത്സവമെന്നും പൂരം കാണുന്ന പോലെ ലോകം മുഴുവനും കലോത്സവവും ഏറ്റെടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വേദിയിൽ നിന്ന് നേരത്തെ താമര ഒഴിവാക്കിയ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചു. എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്നതാണ് പ്രശ്നം. രാഷ്ട്രം എന്ന് വിചാരിച്ചാൽ മതി. താമരയോട് എങ്ങനെയാണ് രാഷ്ട്രീയം കാണാൻ കഴിയുന്നത്? താമര കാണുമ്പോൾ ആർക്കെങ്കിലും അസ്വസ്ഥത തോന്നേണ്ട ആവശ്യമുണ്ടോ എന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് തേക്കിൻകാട് മൈതാനിയിലെ പ്രധാന വേദിക്ക് സമീപം ഒരുക്കിയ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മീഡിയ സെന്റർ ഉദ്ഘാടനം നിർവഹിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയൻ മുഖ്യാതിഥിയായി. കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ മീഡിയ പാസുകൾ നമ്മുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വാർത്തകൾ സ്കൂൾ കലോത്സവത്തിന്റെ കൊടിമരം നിർമ്മിച്ചിരിക്കുന്നത് ശില്പകലാ അധ്യാപകൻ NR യദുകൃഷ്ണനാണ്. ബ്രഷ് മാതൃകയിലാണ് കൊടിമരം. അതിനോട് ചേർന്ന് വീണ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ 6 എന്ന സംഖ്യ ചേർത്തിരിക്കുന്നു. വീണയ്ക്ക് മുകളിലേക്ക് സംഗീതത്തിൽ നോട്ട് എഴുതുന്ന ലൈനിൽ ഒരു കൈ പോലെ ചേർത്ത് വെച്ചിരിക്കുന്നു. ഈ ലൈനും ബ്രഷും വീണയും ചേർത്ത് 4 എന്ന സംഖ്യയായി മാറുന്നു. അങ്ങനെ 64ാമത് കലോത്സവത്തെ ഇത് സൂചിപ്പിക്കുന്നു. സംഗീതത്തിന്റെ ലൈനുകൾ കൈകളായി മാറുന്നുണ്ട്. അവ വീണയുടെ മുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 64 കലകളെ സൂചിപ്പിച്ച് 64 ചിലങ്കമണികളും കൊടിമരത്തിലുണ്ട്. കലോത്സവം തത്സമയം പ്രേക്ഷകരിൽ എത്തിക്കാൻ സജ്ജമായി TCVയും. നാളെ രാവിലെ ആരംഭിക്കുന്ന കലോത്സവം രാവിലെ 10 മുതൽ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. വിവിധ വേദികളിൽ നിന്നുള്ള പ്രധാന മത്സരങ്ങൾ പ്രേക്ഷകരിലേക്ക് തത്സമയം കാണാം. പ്രധാന വേദിയായ സൂര്യകാന്തിക്കടുത്തുള്ള TCV കലോത്സവ സ്റ്റുഡിയോയിൽ നിന്നും മത്സരാർത്ഥികളുടെ പ്രകടനങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലെത്തും. കലാപൂരം എന്ന പേരിൽ TCV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കലോത്സവ വിരുന്നിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മാറ്റുരയ്ക്കുവാൻ മമ്മിയൂർ LF ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് സംഘഗാനം, വന്ദേമാതരം, കന്നഡ പദ്യം ചൊല്ലൽ എന്നീ ഇനങ്ങളിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് വഞ്ചിപ്പാട്ട് ഇനത്തിലുമാണ് പങ്കെടുക്കുന്നത്. 2ാം തവണയാണ് സംഘഗാനത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തവണ A ഗ്രേഡ് ലഭിച്ചിരുന്നു. ഇത്തവണയും സംഘഗാനത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കുവാൻ കഴിയുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ദീപം തനതും തനതും തന ഗീതം തനതും തനതും സംഗീതം തനതും തനതും തന തകിടധീം തധീം 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 തക തകിടധീം തധീം 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 തകിടധീം തധീം 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 തക തകിടധീം തധീം 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 സഗമപ ഗമപനി മപനി സാ. 2ാം തവണയാണ് LF CGHSS മമ്മിയൂരിനെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ദേമാതരത്തിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിന് ഞങ്ങൾക്ക് A ഗ്രേഡ് കിട്ടിയിരുന്നു. ഇപ്രാവശ്യം സംസ്കൃത സംഘഗാനത്തിനും വന്ദേമാതരത്തിനാണ് ഞങ്ങൾ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതുപോലെ തന്നെ മികച്ച വിജയം നേടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളെ സംസ്കൃതം ടീച്ചറായ നിധി ടീച്ചറും സുഗതകുമാരി ടീച്ചറാണ് ഞങ്ങൾക്ക് ഈ പാട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത്.
9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് സംഘഗാന മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യമായാണ് മമ്മിയൂർ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സംസ്ഥാന കലോത്സവത്തിന് വഞ്ചിപ്പാട്ട് ഇനത്തിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് LFCGHS മമ്മിയൂരിനെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് ലെവൽ കലോത്സവം വഞ്ചിപ്പാട്ടിനായിട്ട് പോകുന്നത്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. A ഗ്രേഡ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞങ്ങളെ പിന്തുണച്ച മാതാപിതാക്കൾ, അതുപോലെ അധ്യാപകർ, അവരൊക്കെ ഞങ്ങളുടെ കൂട്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേറ്റ് ലെവലിൽ A ഗ്രേഡ് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. +1, +2 വിദ്യാർത്ഥിനികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വർഷങ്ങളായി ഉപജില്ലാ കലോത്സവത്തിൽ LF സ്കൂളാണ് ജേതാക്കളാവാറ്. ജില്ലാ കലോത്സവത്തിലും മികച്ച വിജയമാണ് സ്കൂൾ നേടിയിട്ടുള്ളത്. കലോത്സവത്തിനായി തൃശൂർ ഒരുങ്ങി. മുകേഷ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മറ്റൊരു പൂരത്തിനായി തൃശൂർ നഗരം സജ്ജമായിരിക്കുന്നു. കലാപൂരത്തിനായി, കലയുടെ മാമാങ്കത്തിനായി എല്ലാവരും കാത്തിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ പ്രധാന വേദിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാന വേദിക്കായുള്ള പന്തൽ, വിശാലമായ വലിയ രീതിയിലുള്ള പന്തലും എല്ലാം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ കലയുടെ പൂരത്തിനായുള്ള കാത്തിരിപ്പാണ്. വലിയ ഒരുക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പ്രത്യേകമായിട്ടുള്ള കൊട്ട സജ്ജീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം, അജൈവ മാലിന്യങ്ങൾ ഇതിൽ നിക്ഷേപിച്ചു എന്നുള്ളത് കൊട്ട അവിടെ വെച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഹരിത കലോത്സവമായി മാറ്റുമെന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ കലോത്സവം പ്രേക്ഷകരിലേക്കും പൂർണ്ണമായി തന്നെ എത്തിക്കാൻ TCVയും സജ്ജമാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ക്യാമറ കാലുകൾ സൂക്ഷിച്ചിട്ടുള്ളത് ഈ ക്യാമറ കണ്ണുകളിൽ നിന്ന് പകർത്തുന്ന ദൃശ്യങ്ങൾ മുഴുവനായും തന്നെ കലോത്സവത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ TCVയും സജ്ജമാണ്. ഈ കലാപൂരത്തിലൂടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രധാന വേദിയിൽ വെച്ച് കലോത്സവം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം 25 വേദികളിലായി നടക്കുന്ന മത്സരങ്ങൾ, വിവിധ മത്സരങ്ങൾ, പ്രത്യേകിച്ച് സംഘനൃത്തമെല്ലാം ആദ്യ ദിനം തന്നെയുണ്ട് എന്നുള്ളത് വലിയ ആവേശമാണ് കാണികൾക്ക് പകരുന്നത്. ആവേശം പൂർണ്ണമായി പങ്കുവെച്ചുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ മുഴുവനായും പ്രേക്ഷകരിലേക്ക് രാവിലെ 10 മുതൽ രാത്രി 10:30 കഴിയുവോളം വിവിധ വേദികളിൽ നിന്നുള്ള മികച്ച കാണികൾ കാത്തിരിക്കുന്ന ആ കലാ ഇനങ്ങൾ പ്രേക്ഷകരിലേക്ക് TCVയും എത്തിക്കുകയാണ്. ഇതേ സമയം തന്നെ കലവറയിലും ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കലവറയിലേക്കും പോകേണ്ടതുണ്ട്. അങ്ങനെ കലവറയിലാണ് പാലുകാച്ചൽ കഴിഞ്ഞിരിക്കുന്നു. കലവറ ഉണർന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം പഴയുടെ മോഹനൻ നമ്പൂതിരി തന്നെയുണ്ട്. ആദ്യം തന്നെ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവുക എന്താണ് സ്പെഷ്യൽ എന്നുള്ളതാണ് ഓരോ പ്രാവശ്യവും. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ദോശയാണ്. അപ്പോൾ ദോശയോടൊപ്പം തന്നെ നമ്മളൊരു കൊങ്ങിണി വിഭവം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നവധാന്യ ദോശ. ഇദ്ദേഹം എറണാകുളത്ത് നിന്ന് വന്ന ആളാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് ബാക്കി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നവധാന്യ ദോശയെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അതിലേക്ക് കൊങ്ങിണി ദോശയിലേക്ക് നമുക്ക് പോകാം. അതോടൊപ്പം തന്നെ പുതുമകൾ എന്തൊക്കെയാണ് ഇത്തവണ? പുതുമകളൊന്നും കാര്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. നാളെ ഉച്ചയ്ക്ക് ചക്ക കൊണ്ടുള്ളൊരു പായസമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇതുവരെ നമ്മൾ സ്കൂൾ യുവജനോത്സവങ്ങളിൽ കൊടുത്തിട്ടില്ല. പിന്നീടെല്ലാം ബാക്കിയുള്ള യൂഷ്വൽ സാധനങ്ങൾ തന്നെയാണ്. പിന്നെ വൈകുന്നേരം ഊണിന് പകരം ചപ്പാത്തി ആക്കിയിട്ടുണ്ട്. മറ്റു ദിവസങ്ങളിൽ നേരത്തെ രാത്രിയിലെ ഊണ് തന്നെയായിരുന്നു. ഇപ്പോൾ രാത്രിയിലും ചപ്പാത്തി തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ വേളയിലും പല കണക്കുകളാണ് പറയുന്നത്. 3 സമയങ്ങളിൽ എത്ര പേരെയാണ് ഉദ്ദേശിക്കുന്നത്? ഒരു ദിവസം ആവറേജ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം 4 മണിക്കും കൂടെ കൂടിയിട്ട് 60,000 പേരെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ തിരക്കുകൾക്കിടയിലാണ്. ഒപ്പം തന്നെ ആ കൊങ്ങിണി ദോശ ഉണ്ടാക്കുന്ന എന്താ പേര്? എൻ്റെ പേര് ശിവാനന്ദ ഭട്ട്. എറണാകുളത്താണ് സ്വദേശം. എന്തായിരിക്കും ആ പ്രത്യേകത? ആ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കൊങ്ങിണി സമൂഹത്തിൽ നവരാത്രി ദിനങ്ങളിൽ 9 ധാന്യങ്ങൾ ഭഗവാന്റെ മുമ്പിൽ വെക്കാറുണ്ട്. ആ നവരാത്രി കഴിയുമ്പോൾ ആ 9 ധാന്യങ്ങളും എടുത്തൊരു സ്പെഷ്യൽ ദോശ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാക്കി തന്ന ഒരു ചേട്ടന് ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ആ കൊങ്ങിണി ദോശയുടെ രുചി നുകരട്ടെ. എല്ലാവിധ ആശംസകളും. അദ്ദേഹം തീർച്ചയായും ഓരോ തവണയും ഒട്ടും മോശമാക്കാറില്ല. ഓരോ തവണയും ഏറ്റവും ഗംഭീരമായി തന്നെ ആ കലോത്സവത്തിലെ പഴയടം രുചിപ്പെരുമ നമുക്ക് പങ്കുവയ്ക്കാറുണ്ട്. നമുക്ക് കാണാം പശ്ചാത്തലത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാകുന്നു. കലവറയിൽ നിറയെ സാധനങ്ങൾ എത്തിയിരിക്കുന്നു. അവിടെ
പ്രത്യേക ഒരുക്കങ്ങൾ മുളക് നന്നാക്കുക ഉൾപ്പെടെ പച്ചക്കറി അരികൾ ഉൾപ്പെടെ വിവിധ ഒരുക്കങ്ങളും തുടരുകയാണ്. അങ്ങനെ ആ കലോത്സവത്തിന്റെ ആരവങ്ങളിലേക്ക് തന്നെ തൃശൂർ നഗരം ഒപ്പം കലവറയും. അങ്ങനെ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പും തൃശ്ശൂരിലെത്തിയിരിക്കുകയാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച കലോത്സവമാക്കി മാറ്റും എന്ന ഉറപ്പിലാണ് തൃശ്ശൂർ നഗരം. ആ നഗരം ഒരു പൂരത്തിന്റെ ആവേശത്തോടുകൂടി ആവേശത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞു. ഒപ്പം ആ കലാപൂരവുമായി TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. സംസ്ഥാന സ്കൂൾ കലോത്സവം സുരക്ഷാ ഡ്യൂട്ടിക്കായി 1000-ഓളം പോലീസുകാരെ നിയോഗിച്ചു. കലോത്സവ നഗരിയുടെ സുരക്ഷാ ചുമതല പോലീസ് ഏറ്റെടുത്തു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അഡീഷണൽ SP, 8 ACPമാർ, 21 SHOമാർ ഉൾപ്പെടെ 1000-ഓളം പോലീസുകാരെയാണ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 300-ഓളം SPC കേഡറ്റുകളും ഡ്യൂട്ടിയിലുണ്ടാകും. കലോത്സവ നഗരിയിൽ ഷാഡോ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും വിജിലൻസും പ്രത്യേക നിരീക്ഷണം നടത്തും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് കർശന ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുമെന്ന് കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പറഞ്ഞു. ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാത്തവർക്കെതിരെ പിഴ ഉൾപ്പെടെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞു. നഗരത്തിലെ ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കും. ശുചീകരണ പ്രവൃത്തികൾക്കായി 68 ശുചീകരണ തൊഴിലാളികളെ നിയമിച്ചിട്ടുണ്ടെന്ന് മേയർ അറിയിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമുണ്ടായാലും അത് 24 മണിക്കൂറും പ്രവർത്തിക്കാവുന്ന ഒരു സന്നദ്ധ സേന കോർപ്പറേഷനകത്ത് ഉണ്ടായിരിക്കും. വെള്ളം വിതരണത്തിനകത്തും അത് തടസ്സം വരാത്ത രീതിയിൽ തന്നെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സ്റ്റേജുകളിലേക്കും ഒപ്പം തന്നെ അക്കോമഡേഷൻ സെന്ററിലേക്കും ഇവിടെ അടുക്കളയിലേക്ക് കലവറയിലേക്ക് വെള്ളം വരുവാനുള്ള എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോട്ടലുകളിൽ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൃത്യമായി നമ്മുടെ പരിശോധന നടത്തി വരുന്നുണ്ട്. കൃത്യമായി ബഹുമാനപ്പെട്ട മേയർ എല്ലാ ഹോട്ടൽ മാനേജ്മെന്റ് ആളുകൾ വന്നപ്പോഴും മീറ്റിംഗ് വിളിച്ചപ്പോഴും അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതവർ പാലിക്കുന്ന വിശ്വാസം ഞങ്ങൾക്കുള്ളത്. കുണ്ടന്നൂർ മാവിൻചുവട് പരിസരത്ത് പൊന്തക്കാട് വൃത്തിയാക്കുന്നതിനിടയിൽ 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. ചിരിയങ്കണ്ടത്ത് LC ലോട്ടറി വിൽപ്പന തൊഴിലാളി പുൽക്കൂട്ടിൽ ഷീബ എന്നിവർക്കും ഇവരെ രക്ഷിക്കാനെത്തിയ മേക്കാട്ടുകളും ദേവസി, മകൻ ഡോൺ, വീട് നിർമ്മാണ തൊഴിലാളിയായ എരുമപ്പെട്ടി സ്വദേശി പ്രസാദ് എന്നിവർക്കുമാണ് കടന്നൽ കുത്തേറ്റത്. വഴിയാത്രക്കാർക്കും കുത്തേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കടന്നൽ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ LC, ഷീബ, ദേവസി, ഡോൺ എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഞങ്ങളിവിടെ പണിയെടുക്കായിരുന്നു. അപ്പോഴാണ് കരച്ചിൽ കേട്ടിട്ട് ഞങ്ങൾ റോട്ടിൽ ഇറങ്ങിയപ്പോൾ തേനീച്ച് കുത്തുണ്ട് ചേച്ചിനെ. അപ്പം ഞങ്ങൾ ഓടിച്ച് ചെന്നിട്ട് രക്ഷിക്കാൻ വന്നപ്പോൾ എൻ്റെ വില കുത്തി പുറത്ത് കണ്ണിൻ്റെ ഇവിടെ കണ്ട, പിന്നെ ബാക്കിൽ ഈ ചേട്ടന് കുത്തിയിട്ട് അപ്പോഴേക്കും ആകെ എന്നെ വളഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി പോകുന്നു. പിന്നാലെ ഫുള്ളായി ഇവിടെ അപ്പോൾ എന്നിട്ട് ഒളിച്ചിരുന്നു ഞങ്ങൾ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ കോൺക്രീറ്റ് കനാൽ തകർന്ന് വെള്ളം പറമ്പുകളിലൂടെ ഒഴുകി പമ്പിംഗ് നിർത്തിവച്ചു. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ വേപ്പൂർ ഭാഗത്ത് നിർമ്മിച്ച കനാലിന്റെ 50 മീറ്ററോളം ഭാഗമാണ് തകർന്നത്. പുലർച്ചെ 4:30യോടെയാണ് സംഭവം. കുറുമാലി പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം പീച്ചി ഇടതുകര കനാലിലേക്ക് എത്തിക്കുന്ന കോൺക്രീറ്റ് കനാലാണ് തകർന്നത്. കനാലിന്റെ ഒരു വശത്തെ ഭിത്തി തകർന്ന് വെള്ളം സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൂടെ കുതിച്ചെത്തുകയായിരുന്നു. വേപ്പൂർ കാമ്പുഴ സജീവന്റെ വീട്ടുമുറ്റത്തേക്കും വെള്ളം ശക്തിയായി ഒഴുകിയെത്തി. ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്ന വരന്തരപ്പള്ളി വരിക്കാനിക്കൽ ശാർഗ്ദരനാണ് കനാൽ തകർന്നത് കണ്ടത്. ഇവരുടെ പറമ്പിലൂടെ പോകുന്ന കനാൽ തകർന്ന് വലിയ ശബ്ദത്തോടെ വെള്ളം കുതിച്ചെത്തുന്നത് കണ്ട ശാർഗ്ദരൻ ഓടി മാറുകയായിരുന്നു. ഇറിഗേഷൻ അധികൃതരെ വിവരമറിയിച്ചതോടെയാണ് പമ്പിംഗ് നിർത്തിവെച്ചത്. മുൻപും ഈ കനാലിന്റെ ചില ഭാഗങ്ങൾ തകർന്നിരുന്നു.
പോകുന്ന കനാൽ തകർന്നാൽ വെള്ളം താഴ്ന്ന പ്രദേശത്തെ വീടുകളിലേക്കും പറമ്പുകളിലേക്കുമാണ് എത്തുന്നത്. തോട്ടുമുഖം പമ്പ് ഹൗസിൽ നിന്ന് പൈപ്പ് മാർഗം കുട്ടഞ്ചിറ കുന്നിലെ ടാങ്കിലെത്തിക്കുന്ന വെള്ളം കോൺക്രീറ്റ് കനാലിലൂടെയാണ് ഇടതുകര കനാലിലേക്ക് എത്തിക്കുന്നത്. അപകടാവസ്ഥയിലായ കനാൽ പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ നമ്മുടെ JD സാറായിട്ടുള്ള സ്കൂൾ പാചക തൊഴിലാളികളോട് മുഖം തിരിക്കുന്ന മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും സദ്ബുദ്ധി തോന്നിപ്പിക്കണമെന്ന ആവശ്യത്തോടെ സ്കൂൾ കലോത്സവ വേദിക്ക് സമീപം ഹോമാഗ്നി തെളിയിച്ച് പ്രതിഷേധ സമരം നടത്താൻ ഒരുങ്ങി സ്കൂൾ പാചക തൊഴിലാളി സംഘടന. 17-ന് രാവിലെ 11-ന് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ് സമരം. HMS ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് സമരം ഉദ്ഘാടനം ചെയ്യും. ദിവസവേതനം 1000 രൂപയായി ഉയർത്തുക, 250 കുട്ടികൾക്ക് ഒരാൾ എന്ന രീതിയിൽ തൊഴിൽ ഭാരം കുറയ്ക്കുക, തമിഴ്നാട് മാതൃകയിൽ ഉച്ചഭക്ഷണ പദ്ധതി കേരളത്തിലും നടപ്പിലാക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീധരൻ തേറമ്പിൽ പ്രതിഷേധാഗ്നി ജ്വലിപ്പിച്ച് ഹോമാഗ്നി തെളിയിക്കും. വാർത്താ സമ്മേളനത്തിൽ HMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു, സമരസമിതി കൺവീനർ ശ്രീധരൻ തേറമ്പിൽ, G ഷാനവാസ്, KS ജോഷി, റോസി റപ്പായി എന്നിവർ പങ്കെടുത്തു. കേരള സ്കൂൾ കലോത്സവ ജേതാക്കൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണ്ണക്കപ്പിന് പുതുക്കാട് സ്വീകരണം നൽകി. ചൊവ്വാഴ്ച ഉച്ചയോടെ പുതുക്കാടെത്തിയ സ്വർണ്ണക്കപ്പ് സംഘാടക സമിതി അധ്യക്ഷൻ KK രാമചന്ദ്രൻ MLA നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. സ്വീകരണ കേന്ദ്രമായ സെന്റ് ആന്റണി സ്കൂളിൽ എത്തിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷയായി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷിൻഡ സനോജ്, ജോളി ചുക്കിരി, ഇരിങ്ങാലക്കുട DEO T ഷൈല, സെന്റ് ആന്റണീസ് HSS പ്രിൻസിപ്പാൾ ടോബി തോമസ്, പ്രധാനാധ്യാപകൻ യൂജിൻ പ്രിൻസ് എന്നിവർ സംസാരിച്ചു. മോട്ടോർ വാഹനങ്ങളുടെ ടെസ്റ്റ് സമയത്തുള്ള ഫിറ്റ്നസ് ചാർജ് വർധനവ് പിൻവലിക്കണമെന്ന് INTUC തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ആവശ്യപ്പെട്ടു. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ തൃശൂർ ജില്ലാ നേതൃയോഗം K കരുണാകരൻ സ്മാരക ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് AT ജോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, MA സുബൈർ, VR ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. മാള മേഖലയിലെ പാടശേഖരങ്ങളിൽ നിന്ന് നീലക്കോഴികളെ തുരത്താൻ കർഷകർ കണ്ടെത്തിയ പ്രതിരോധം ഫലിച്ചു. നീലക്കോഴികൾ കഴിഞ്ഞിരുന്ന പാടശേഖരങ്ങളിൽ പതിവിലും കൂടുതൽ വെള്ളം കെട്ടി നിർത്തിയാണ് പ്രതിരോധിച്ചത്. സാധാരണ വെള്ളത്തിന്റെ അളവ് 4 ഇഞ്ചായിരുന്നത് 10 വരെ ആക്കിയാണ് കർഷകർ പരീക്ഷിച്ചത്. ഈ പരീക്ഷണം വിജയിച്ചതോടെ പല പാടശേഖരങ്ങളിൽ നിന്നും നീലക്കോഴികൾ ഒഴിഞ്ഞു. എല്ലാ വർഷവും നീലക്കോഴികൾ പാടം നിറയെ ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം ശരാശരി 10 സെന്റോളം സ്ഥലത്തെ നെൽച്ചെടികൾ വെട്ടിയിടുന്ന രീതിയാണ് നീലക്കോഴികൾക്കുള്ളത്. ചതുപ്പുകളിലും ജലാശയങ്ങളിലും നെൽകൃഷിയിടങ്ങളിലും കാണുന്ന ഈ പക്ഷി കോഴിയുമായി സാദൃശ്യമുള്ളതാണെങ്കിലും താറാവിനെ പോലെ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. വെള്ളം സമൃദ്ധമായുള്ള സ്ഥലങ്ങളിലാണ് റാലിഡേ ഇനത്തിലുള്ള ഇവ താവളം കണ്ടെത്തുന്നത്.
നെൽച്ചെടികൾ പൂർണ്ണമായി മുറിച്ചിട്ട ശേഷം അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് തിന്നാറുള്ളത്. മാള മേഖലയിൽ ഇത്തവണ വിവിധ പാടശേഖരങ്ങളിലായി 30 ഏക്കർ സ്ഥലത്ത് കുറുവ, ചിറ്റേനി, പട്ടാമ്പി, പൗർണമി, ഉമ എന്നിവയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. 8 വർഷമായി ഓരോ തവണയും 3.5 ലക്ഷം രൂപ നഷ്ടം വരാറുണ്ട്. വെള്ളം 10 അടിയോളം കെട്ടിനിർത്തിയതോടുകൂടിയാണ് നീലക്കോഴികൾ ഒഴിഞ്ഞത്. കൊയ്ത്താരംഭിച്ചപ്പോൾ തന്നെ ലാഭകരമാകുമെന്ന പ്രതീക്ഷയുണ്ടായതായി കർഷകനായ PS ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത് ഏകദേശം ഒരു 30 ഏക്കറോളം ഞങ്ങൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 5 ഏക്കറൊക്കെ കൊയ്യാൻ കിട്ടാറുള്ളൂ. ഈ തവണ 30 ഏക്കറും നമുക്ക് ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. TCV ന്യൂസ്, മാള. മില്ലുകാരുടെ അനാസ്ഥയിൽ നെല്ല് സംഭരണം വൈകിയ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M. ബാലാജി പറഞ്ഞു. പോർക്കുളം പഞ്ചായത്തിലെ കാഞ്ഞിരപ്പാടം പാടശേഖരത്തിലെ 80 ഏക്കർ മുണ്ടകൻ 2ാം വിളവാണ് ഡിസംബർ 26-ന് കൊയ്തു കഴിഞ്ഞിട്ടും പാഡി കോർപ്പറേഷനുമായി രജിസ്റ്റർ ചെയ്ത് സർക്കാരുമായി കരാറുണ്ടായിട്ടും മില്ലുകാർ അകാരണമായി നെല്ല് ഏറ്റെടുക്കാതെ കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. വൻകിട കർഷകരല്ലെന്നതിനാൽ കൊയ്തെടുത്ത നെല്ല് സൂക്ഷിച്ചു വെക്കാൻ സൗകര്യങ്ങളില്ലാത്തതിനാൽ നെല്ല് വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയും പൂപ്പലും മുളയും വന്ന് നശിക്കുകയുമാണ് എന്ന് ഭാരവാഹികൾ പറഞ്ഞു. കർഷക സംഘം ഏരിയ സെക്രട്ടറി KB ജയൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കർഷക സംഘം ഏരിയ എക്സിക്യൂട്ടീവ് അംഗം MT പോൾസൺ, VK ജയൻ, അഖില മുകേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വെട്ടുകടവ് പാലത്തിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മേലൂർ മുള്ളൻപാറ മരങ്ങാട്ടുപറമ്പിൽ ശശിധരന്റെ മകൻ 36 വയസ്സുള്ള വിമൽ കുമാറാണ് മരിച്ചത്. അമിതമായി മദ്യപിച്ച് വീട്ടിലെത്തിയ യുവാവ് അച്ഛനുമായി മൽപ്പിടുത്തമുണ്ടായിരുന്നു. ഇതിനിടെ ശശിധരന്റെ തലയ്ക്ക് മുറിവേൽക്കുകയും ചെയ്തു. തുടർന്നാണ് വിമൽകുമാർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. രാത്രി 9:30-യോടെ ചാലക്കുടി പുഴയുടെ വെട്ടുകടവ് പാലത്തിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന 2 യുവാക്കൾ ചേർന്ന് ഇയാളെ ബലമായി പിടിച്ചു നിർത്തിയെങ്കിലും കുതറി മാറിയാണ് പുഴയിലേക്ക് ചാടിയത്. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പ്രഖ്യാപിച്ച സമര പരിപാടികൾ നീട്ടിവെച്ചു. ആരോഗ്യ ധനകാര്യ മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന സർക്കാർ ഉറപ്പിൽ തൃപ്തിയുണ്ടെന്ന് KGM-CTA അറിയിച്ചു. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡോക്ടർമാർ സമരം പ്രഖ്യാപിച്ചിരുന്നത്. കുന്നംകുളം നഗരത്തിൽ ശക്തമായ കാറ്റിൽ ഫ്ലക്സ് ബോർഡ് തകർന്നു. പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ഇരുമ്പ് ചട്ടക്കൂടിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബാനറാണ് കാറ്റിൽ കീറിപ്പറഞ്ഞത്. തിരക്കേറിയ റോഡിന് സമീപത്താണ് ഈ ബോർഡ് സ്ഥാപിച്ചിരുന്നത്. പ്രദേശത്ത് അപ്രതീക്ഷിതമായി വീശിയ ശക്തമായ കാറ്റിന്റെ ശക്തിയിൽ ഫ്ലക്സ് ബോർഡ് പൂർണ്ണമായും കീറുകയും ഇരുമ്പ് ഫ്രെയിമിൽ നിന്ന് വേർപെടുകയും ചെയ്തു. റോഡിന് മുകളിലൂടെ താഴ്ന്നു കിടക്കുന്ന വൈദ്യുത ലൈനുകൾക്ക് തൊട്ടടുത്താണ് ഈ ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. ബോർഡ് പൂർണ്ണമായും ഇളകി താഴെയുള്ള യാത്രക്കാരുടെ മേൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ നഗരസഭ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും ആവശ്യപ്പെട്ടു. മറ്റത്തൂർ പഞ്ചായത്തിലെ BJP കോൺഗ്രസ് അവിശുദ്ധ സഖ്യത്തിനെതിരെ CPM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഡോക്ടർ P. സരീൻ ഉദ്ഘാടനം ചെയ്തു. അതിലൊക്കെയുള്ള സാഹചര്യങ്ങൾ ബോധപൂർവം അവാസ്തവം പ്രചരിപ്പിച്ച് അസത്യം പ്രചരിപ്പിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഞാനതിനൊരു ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ കൊടകരയുടെ കാര്യം പറഞ്ഞ പോലെ കൊടകര കൊഴൽപ്പുഴത്തിലേക്ക് ആ സമയത്തിനോട് അടുപ്പിച്ച് CPM ഏരിയ കമ്മിറ്റി അംഗം KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, KJ ഡിക്സൺ, PR പ്രസാദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള TCVയുടെ പ്രത്യേക സെഗ്മെന്റ് കലാപൂരം. TCV കലാപുരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം. അക്യുല ഫിനാൻസ് ലിമിറ്റഡ്, ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്,
കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കേരള പെയിന്റ്സ്, ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ് ഹോമിയോപ്പതി, പാട്ടുരായ്ക്കൽ, തൃശൂർ. ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ. കലോത്സവത്തിലെ വിജയിക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പിന്റെ കഥയറിയാം. 1985 കൊച്ചിയിൽ രജത ജൂബിലി കലോത്സവം നടക്കുമ്പോൾ മത്സരങ്ങൾ കാണാനെത്തിയതായിരുന്നു മലയാളത്തിന്റെ പ്രിയ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അതേ സമയത്ത് തന്നെ നെഹ്റു ട്രോഫി സ്വർണ്ണക്കപ്പിനുള്ള ഫുട്ബോളും കൊച്ചിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള കാൽപന്താവേശം മനസ്സിലാക്കിയ വൈലോപ്പിള്ളിയുടെ മനസ്സിൽ കലയ്ക്ക് വേണ്ടിയും ഒരു സ്വർണ്ണക്കപ്പ് വേണം എന്ന ആശയം ഉദിച്ചു. ഇത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബുമായി പങ്കുവച്ചു. ഇതേ തുടർന്ന് സംഭാവന പിരിച്ചാണ് സ്വർണ്ണക്കപ്പിനുള്ള പണം കണ്ടെത്തിയത്. കപ്പിന്റെ രൂപകൽപ്പന നടത്തിയത് ചിത്രകാരനായ ചിറയൻകീഴ് ശ്രീധരനാണ്. വിദ്യ, കല, നാദം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന രീതിയിലായിരുന്നു സ്വർണ്ണക്കപ്പിന്റെ രൂപകൽപ്പന. ഈട്ടിയിൽ തീർത്ത പീഠത്തിന് മുകളിൽ ഗ്രന്ഥവും അതിനുമേൽ വളയിട്ട കയ്യിൽ വലമ്പിരി ശംഖും ചിത്രീകരിച്ചാണ് കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ്. 18 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുമുണ്ട് കപ്പിന്. 1987 പത്തനംതിട്ടയിലെ ഷാലിമാർ ജ്വല്ലറിയാണ് കപ്പ് നിർമ്മിക്കാനുള്ള കരാർ ഏറ്റെടുത്തത്. പിന്നീട് കോയമ്പത്തൂരിലെ മുത്തുസ്വാമി കോളനിയിലെ T വരദരാജനും V ദണ്ഡപാണിയും അടക്കം 5 പേർ ചേർന്ന് 1.5 മാസം എടുത്താണ് ഇന്ന് കാണുന്ന സ്വർണ്ണക്കപ്പുണ്ടാക്കിയത്. TCV, തൃശൂർ. കേരള സംസ്ഥാന രൂപീകരണത്തോളം തന്നെ പഴക്കമുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്. 1956 കേരള സംസ്ഥാനം രൂപീകൃതമായതിന്റെ തൊട്ടടുത്ത മാസം തന്നെയാണ് കലോത്സവവും തുടങ്ങുന്നത്. ദില്ലി അന്തർ സർവകലാശാല കലോത്സവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു കേരളത്തിലെ ആദ്യ സ്കൂൾ കലോത്സവവും അരങ്ങിലെത്തിയത്. ഏതാണ്ട് 200 കുട്ടികൾ മാത്രമാണ് സ്കൂൾ തലത്തിൽ നിന്ന് നേരിട്ട് കലോത്സവത്തിൽ പങ്കെടുത്തത്. ഇതുപോലെ 5 ദിവസം നീണ്ട കലോത്സവ മാമാങ്കമില്ല, ഒരേ ഒരു ദിവസം മാത്രം. എറണാകുളം SRV ഗേൾസ് ഹൈസ്കൂളിൽ വെച്ചായിരുന്നു ആദ്യ കലോത്സവം. അന്ന് പേര് കേരള സ്കൂൾ യുവജനോത്സവം എന്നായിരുന്നു. 2009 മുതലാണ് കേരള സ്കൂൾ കലോത്സവം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. 1986 ഏറ്റവും കൂടുതൽ വ്യക്തിഗത പോയിന്റുകൾ നേടുന്ന പെൺകുട്ടിക്ക് കലാതിലക പട്ടവും ആൺകുട്ടിക്ക് കലാപ്രതിഭ പട്ടവും നൽകി തുടങ്ങിയത്. ആദ്യത്തെ കലാപ്രതിഭ പട്ടം നേടിയത് പിന്നീട് ചലച്ചിത്ര താരമായി മാറിയ വിനീതാണ്. കലാതിലകമായതാകട്ടെ പൊന്നമ്പിളി അരവിന്ദും. 2006 കലോത്സവം മുതൽ കലാതിലകം, കലാപ്രതിഭാ പട്ടങ്ങൾ നൽകുന്ന പതിവ് ഉപേക്ഷിച്ചു. 1986 തന്നെയാണ് കലോത്സവത്തിൽ ഹൈസ്കൂൾ തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന റവന്യൂ ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് നൽകുന്ന പതിവ് തുടങ്ങിയത്. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിലെത്തുമ്പോൾ ആ സ്വർണ്ണക്കപ്പ് ഏത് ജില്ലയിലെത്തും എന്നാണ് കലാകേരളം ഉറ്റുനോക്കുന്നത്. TCV, തൃശൂർ. TCV കലാപുരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം. അക്യുലർ ഫിനാൻസ് ലിമിറ്റഡ്, ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കേരള പെയിന്റ്സ്, ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ് ഹോമിയോപ്പതി, പാട്ടുരായ്ക്കൽ, തൃശൂർ. ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ആദ്യ സംഘം വിദ്യാർത്ഥികൾക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. തിരുവനന്തപുരം ആറ്റിങ്ങൽ KTCTHSSലെ വിദ്യാർത്ഥി അധ്യാപക സംഘത്തിനാണ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണമൊരുക്കിയത്. പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, റവന്യൂ മന്ത്രി K രാജൻ, മേയർ നിജി ജസ്റ്റിൻ, P ബാലചന്ദ്രൻ, MLA, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വിദ്യാർത്ഥി സംഘത്തെ സ്വീകരിച്ചു. മുത്തുകുടകളും പുലിക്കളിയുമായാണ് വിദ്യാർത്ഥികളെ വരവേറ്റത്. തുടർന്ന് മന്ത്രി V ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘത്തിന് പോകാനുള്ള ആദ്യ കലോത്സവ വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു.
ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് 40 വർഷത്തിൽ കൂടുതൽ സേവനമനുഷ്ഠിച്ച തൃശൂരിലെ ഏറ്റവും സീനിയർ ഡോക്ടർമാരെ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സ് കേരള തൃശൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഹോട്ടൽ എലൈറ്റിൽ നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ കെ.ബി. ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം 31 ഡോക്ടർമാരെ മെമന്റോ നൽകി ആദരിച്ചു. യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹരീഷ് കുമാർ, ഡോക്ടർ സന്തോഷ് മോഹൻ, ഡോക്ടർ ജെയിൻ, ഡോക്ടർ ബിനോയ് വർഗീസ്, ഡോക്ടർ അരുണ ഭട്ട്, ഡോക്ടർ ഗിൽബർട്ട് പി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തോടനുബന്ധിച്ച് ഡോക്ടർമാരുടെ കുടുംബസംഗമവും കലാപരിപാടികളും നടന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ യുവ സാഹിത്യ പ്രതിഭകൾക്ക് കവികളുടെ കൂട്ടായ്മയായ കാവ്യശിഖയുടെ നേതൃത്വത്തിൽ പുരസ്കാരം നൽകും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം കഥ, കവിത ഇനത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്കാണ് 3000 രൂപയുടെ പുസ്തകങ്ങളും ആദരഫലകവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കുക. കലോത്സവ ദിനങ്ങളിൽ മീഡിയ സെന്ററിൽ പുരസ്കാരം വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സി രാവുണ്ണി, ജയറാം വാഡൂർ, റീബ പോൾ, ചാക്കോടി അന്തിക്കാട് എന്നിവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർമാരായ ടി.ആർ. സന്തോഷ്, മെഴ്സി അജി, ഹരീഷ് മോഹൻ, സ്മിത അനീഷ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. തുടർച്ചയായി 5ാം ദിനവും സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി. ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയുമാണ് കൂടിയത്. ഇതോടെ ഗ്രാമിന് 13,065 രൂപയും പവന് 1,04,520 രൂപയുമായി. 18 കാരറ്റ് സ്വർണ്ണവില 25 രൂപ കൂടി 10,840 രൂപയായി. അപകടത്തെ തുടർന്ന് ശരീരം തളർന്ന യുവാവിനും അമ്മയ്ക്കും വാടകയ്ക്ക് താമസിക്കുന്ന കൊച്ചുമുറിയിൽ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാണ്. സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് കൂപ്പൺ അടിച്ചിറക്കി നിരാലംബരായ ഇവർക്ക് വീടൊരുക്കാനുള്ള ശ്രമത്തിലാണ്. സുഹൃത്തുമൊത്ത് പെട്ടിവണ്ടിയിൽ മീൻ കച്ചവടം നടത്തുകയായിരുന്ന മണലൂർ കാരമുക്ക് സ്വദേശി അഖിലിന് 3 വർഷം മുൻപുണ്ടായ ബൈക്ക് അപകടത്തിൽ ശരീരം പൂർണ്ണമായി തളർന്നു. നാട്ടുകാരുടെയും സുമനസുകളുടെയും കാരുണ്യത്തിൽ നടന്ന ചികിത്സയെ തുടർന്ന് ഇപ്പോൾ കൈവിരലുകൾ ചെറുതായി അനക്കാൻ സാധിക്കും. സമീപ പ്രദേശങ്ങളിലെ സന്നദ്ധ പ്രവർത്തകർ ഫിസിയോതെറാപ്പി അടക്കം സൗജന്യമായി നൽകി അഖിലിനെ ജീവിതത്തിലേക്ക് കരകയറ്റാൻ ശ്രമിച്ചു. വീൽചെയറും സംഘടിപ്പിച്ചു നൽകി. വീട്ടുപണികൾക്ക് പോയിരുന്ന അഖിലിന്റെ അമ്മ അംബുജത്തിന് മകനെ ശുശ്രൂഷിക്കാൻ നിൽക്കേണ്ടതിനാൽ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായി. തുടർന്ന് നിത്യജീവിതത്തിനുള്ള ചെലവിനായി അഖിൽ മൊബൈൽ റീചാർജിംഗ് ആരംഭിച്ചു. അഖിലിന് താങ്ങാകാൻ സുഹൃത്തുക്കൾ ഒപ്പം നിന്നു. മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് എടുത്തു. പിന്നീടാണ് മനസ്സിലായത് സ്പൈനൽ കോഡിനാണ് ഇഞ്ചുറി പറ്റിയതെന്നെല്ലാം. അതിനുശേഷം എൻ്റെ അരക്ക് താഴെ തളർന്നു. അതുപോലെ കൈകൾക്ക് സ്വാധീനക്കുറവുണ്ടായി. എന്നാലും ഒരുപാട് നല്ല ആൾക്കാരുടെ സഹായം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. 2000 രൂപ വാടകയ്ക്ക് ഒരു വീടിന്റെ പുറകുവശത്ത് ഒരു ചെറിയ സ്റ്റോർ റൂമിന് സമാനമായ ഇടത്തിലാണ് അഖിലും അമ്മയും താമസിക്കുന്നത്. വീട്ടുടമസ്ഥർ ഒഴിയണമെന്നാവശ്യപ്പെട്ടതോടെ പെരുവഴിയിലാകുന്ന സാഹചര്യത്തിൽ അഖിലിനെ സഹായിക്കാനും നാട്ടുകാരെത്തി. ആ പ്രദേശത്ത് 50ഓളം വരുന്ന കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വ്യക്തികൾ ചേർന്ന് ഒരു ചികിത്സാ സഹായ സമിതി ഉണ്ടാക്കുകയും ആ ചികിത്സാ സഹായ സമിതി കേരളത്തിലെയും പുറത്തും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. ഒരു വീടിൻ്റെ സ്റ്റോർ റൂമിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആ വീട് ഒഴിയണമെന്ന് ആ വീട്ടുകാർ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ആ കമ്മിറ്റി വീണ്ടും യോഗം ചേർന്ന് ആ അഖിലെന്ന ചെറുപ്പക്കാരൻ ഒരു വീട് പണിയുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങി വീട് പണിയാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയും കമ്മിറ്റി കൂടി ഒരു സമ്മാന കൂപ്പൺ പുറത്തിറക്കി ഈ മാസം 31-ന് അതിന് നറുക്കെടുപ്പ് നടത്തി ആ സംഖ്യ കൊണ്ട് ഒരു വീട് പണിയാനും സ്ഥലം വാങ്ങാനുമുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. സ്ഥലം ഞങ്ങളിപ്പോൾ 5 സെന്റ് ഭൂമി വില കൊടുത്ത് വാങ്ങാൻ വേണ്ടി കരാർ എഴുതുകയും 2,20,000 രൂപയ്ക്ക് കരാർ എഴുതി അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. ഈ മാസം 31 നടക്കുന്ന നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ചെറുപ്പക്കാരന് ഒരു വീട് പണിയുന്നതിന് വേണ്ടിയുള്ള സ്ഥലമുണ്ടാവുകയും വീട് പണിയാൻ ആവശ്യമായിട്ടുള്ള തുടക്കം കുറിക്കാൻ കഴിയുകയും ചെയ്യുമെന്നാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ സഹായവും എല്ലാ മനുഷ്യനേകളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നാട്ടുകാർ അഖിലിന് വേണ്ടി സമ്മാന കൂപ്പൺ പുറത്തിറക്കിയിരിക്കുകയാണ്. 10 ലക്ഷത്തിലധികം രൂപ വില വരുന്ന സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. വീട് പണിയാനും സ്ഥലം രജിസ്ട്രേഷൻ നടത്താനുമുള്ള തുക സമ്മാന കൂപ്പൺ വഴി സ്വരൂപിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ.
സ്വന്തമായ ഒരു ഭവനവും പ്രായമായ മാതാവിനെ പോറ്റാൻ ശരീരം ഭാഗികമായി തളർന്ന അവസ്ഥയിലും മനസാന്നിധ്യം നഷ്ടപ്പെടാത്ത അഖിലിന് ഒരു വരുമാന മാർഗവും കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന ലക്ഷ്യത്തിലേക്ക് പ്രയാണം തുടരുകയാണ് കൂട്ടുകാരും നാട്ടുകാരും. TCV തൃശൂർ. കോടാലി ഫാസ്റ്റ് പാടി സംഘടന സംഘടിപ്പിച്ച ജില്ലാതല ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. പഞ്ചായത്ത് അംഗം മിനി ഉദ്ഘാടനം ചെയ്തു. TK ലാലൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി രാജകുമാരി സമ്മാനദാനം നിർവഹിച്ചു. കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ കോടാലി SN വിദ്യാമന്ദിർ സ്കൂളിന് ഓവറോൾ ട്രോഫി സമ്മാനിച്ചു. IR അരവിന്ദാക്ഷൻ, T ബാലകൃഷ്ണ മേനോൻ, VK കാസിം, ഡോക്ടർ വന്ദന എന്നിവർ സംസാരിച്ചു. കൊടകര പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബ്ബിൽ ജില്ലാ ഗവർണർ സന്ദർശനം നടത്തി. ജില്ലാ ഗവർണർ T ജയകൃഷ്ണൻ ആദരം ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജായ്സൺ കിരിയത്ത് അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർമാൻ സെബി വട്ടോലി, സോൺ ചെയർമാൻ PD ജോൺസ്, ക്യാബിനറ്റ് സെക്രട്ടറി മുരളീധരൻ, ജില്ലാ കോർഡിനേറ്റർമാരായ ജോസ് മൂത്തേടൻ, ബിജു പുറത്തൂർ, ടോക്സി ബോസ്, ഷിബു ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. വരവൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ CDS ഭരണസമിതിയിൽ ഭരണപക്ഷം വിവേചനം കാണിച്ചുവെന്ന് പ്രതിപക്ഷ ആരോപണം. വരവൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS കമ്മിറ്റിയിലേക്ക് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും നിയമിക്കേണ്ട 5 വനിതാ മെമ്പർമാരെ ഇടതുപക്ഷ ഭരണസമിതി യാതൊരു കൂടിയാലോചനയ്ക്കും അവസരം സൃഷ്ടിക്കാതെ LDF-ൽ നിന്നുള്ള 5 മെമ്പർമാരെ മാത്രം നിയമിച്ചതായി പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡുകളിലേക്കും കുടുംബശ്രീ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നതിനാൽ കമ്മിറ്റിയിലേക്ക് പ്രതിപക്ഷത്തു നിന്നും ഒരംഗത്തെയെങ്കിലും എടുക്കാൻ തയ്യാറാകാത്തത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. 16-അംഗ ഭരണസമിതിയിൽ 3 വനിതകളടക്കം 7 അംഗങ്ങൾ പ്രതിപക്ഷത്തുണ്ട്. ഇതിൽ 4 പേർ UDF അംഗങ്ങളും 2 അംഗങ്ങൾ BJPയും 1 സ്വതന്ത്രനുമാണ്. 7 അംഗങ്ങളും ഭരണസമിതിയുടെ ഈ ജനാധിപത്യ വിരുദ്ധ തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. പ്രതിപക്ഷ അംഗങ്ങളായ ഷംനാസ് തിച്ചൂർ, നാസർ വാപ്പുട്ടി, സുബീഷ്, ബീവാത്തുകുട്ടി, ഷെറീന, ബിന്ദു തുടങ്ങിയവർ വിയോജനക്കുറിപ്പ് നൽകി. വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്വിസ് മത്സരം നടത്തി. 1ാം സ്ഥാനം നേടിയ 8ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രേയസിന് ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ ഉപഹാരം നൽകി. വിവേകോദയം സ്കൂളിലെ ശിവഹരി, ദേവർഷ് കെ സന്തോഷ് എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. മരത്തങ്കോട് മേരിമാതാ ദേവാലയത്തിലെ തിരുനാൾ ഭക്തി നിർഭരമായ പ്രദക്ഷിണത്തോടെ സമാപിച്ചു. പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. പുല്ലഴി ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിലെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മുൻ DGP ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ സ്കൂളിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിച്ചു. സ്കൂൾ അഡ്വൈസറി കമ്മിറ്റി അംഗം മീര വർമ്മ അധ്യക്ഷത വഹിച്ചു. S ശ്രീകുമാർ, സ്വാമി ചിത് പ്രകാശ്, കോർപ്പറേഷൻ കൌൺസിലർ സാജൻ C ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. എറവക്കാട് ECC ക്ലബിന്റെ നേതൃത്വത്തിൽ നടൻ ശ്രീനിവാസൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ചലച്ചിത്ര നിരൂപകൻ KR സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് KA രാജൻ അധ്യക്ഷത വഹിച്ചു. റെനീഷ് കണ്ണാകുളം, അഡ്വക്കേറ്റ് ഹരിദാസ് എറവക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗം അമ്പിളി ആനന്ദ് എന്നിവർ സംസാരിച്ചു. ചേറ്റുവയിലുള്ള ആൾതാമസമില്ലാതെ പൂട്ടിക്കിടക്കുന്ന വീട്ടിൽ നിന്നും 5 ലക്ഷത്തോളം വില വരുന്ന മുതലുകൾ മോഷ്ടിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തരേന്ത്യൻ സ്വദേശികളായ യൂനസ്, ഹബീസുൽ റഹ്മാൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻവശത്തെ വാതിൽ പൊളിച്ച് അകത്ത് കയറി ചെമ്പ്, പിച്ചള പാത്രങ്ങളും പട്ടുസാരികളും ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് മോഷ്ടിച്ചത്. പ്രതികൾ പകൽ സമയങ്ങളിൽ ആക്രി പെറുക്കാനെന്ന വ്യാജേന കറങ്ങി നടന്ന് അടഞ്ഞുകിടക്കുന്ന വീടുകൾ കണ്ടുവച്ച് രാത്രിയിൽ മോഷണം നടത്താറാണ് പതിവ്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ബിജുകുമാർ PC, വടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO NB ഷൈജു തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് സ്വീകരണം നൽകി. സനീഷ് കുമാർ ജോസഫ് MLA സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് K പ്രസാദ് അധ്യക്ഷത വഹിച്ചു.
കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, പ്രസ് ക്ലബ് സെക്രട്ടറി TG അജു, ട്രഷറർ ഡിനോ കൈനാടത്ത് എന്നിവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരളം BRC വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ പൂമലയിൽ സംഘടിപ്പിച്ച സംഹതി ത്രിദിന സഹവാസ ക്യാമ്പ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം VB പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുനിസിപ്പാലിറ്റി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല മോഹൻ മുഖ്യാതിഥിയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ CC ജയപ്രഭ, ജില്ലാ പ്രോഗ്രാം ഓഫീസർ KB ബ്രിജി എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് നാളെ സമാപിക്കും. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജ് അലൂമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള ഇന്റർ കോളേജിയേറ്റ് മ്യൂസിക് ബാൻഡ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കും. അലോഷ്യസിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ പ്രശസ്ത ഗിറ്റാറിസ്റ്റും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ ജോൺ P. വർക്കിയുടെ സ്മരണാർത്ഥം നടത്തുന്ന മ്യൂസിക് ബാൻഡ് കോമ്പറ്റീഷൻ ഈ മാസം 17 നടക്കും. 28 മ്യൂസിക് ബാൻഡുകൾ പങ്കെടുക്കും. ഏറ്റവും മികച്ച 8 ബാൻഡുകളെ ഫൈനൽ പെർഫോമൻസിലേക്ക് തെരഞ്ഞെടുക്കും. 1 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ 1, 2, 3 സ്ഥാനക്കാർക്ക് നൽകും. ഹരിശങ്കർ നയിക്കുന്ന സംഗീത സന്ധ്യയും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ ED ഡയസ്, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ K. അരുൺ ജോസ്, ജോസഫ് ചാക്കോ, ബിനോയ് C. സൈമൺ, പ്രിയ C. ജോസ് എന്നിവർ പങ്കെടുത്തു. MSME ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ് തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ PM വിശ്വകർമ്മ പദ്ധതി പ്രകാരം അംഗീകാരം ലഭിച്ച ഗുണഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങളുടെ ദ്വിദിന പ്രദർശന വ്യാപാരമേള ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ തൃശൂരിൽ നടക്കും. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് നിർവഹിക്കും. പടിഞ്ഞാറേക്കോട്ട ചാക്കോ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ 14, 15 തീയതികളിലായി നടക്കുന്ന മേളയിൽ ഗുണഭോക്താക്കളാൽ ഒരുക്കിയ 100ഓളം സ്റ്റാളുകൾ, ചർച്ചകൾ, സെമിനാറുകൾ, കലാസന്ധ്യകൾ എന്നിവ ഉണ്ടാകും. രാവിലെ 10 മുതൽ വൈകിട്ട് 8 വരെയാണ് പ്രദർശന സമയം. പ്രദർശനം സൗജന്യമാണ്. വാർത്താ സമ്മേളനത്തിൽ MSME DFO ഡയറക്ടർ GS പ്രകാശ്, അസിസ്റ്റന്റ് ഡയറക്ടർ വിഘ്നേഷ് അഗർവാൾ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KK സക്കറിയ അധ്യക്ഷനായി. കൃഷി ഓഫീസർ സബീന പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അൻസമോൾ, മണി ഉല്ലാസ്, സുരേഷ് കൊച്ചുവീട്ടിൽ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ VC വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവം ഈ മാസം 17, 18, 19 തീയതികളിൽ നടക്കും. ഉത്സവ ദിനമായ 19-ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം 3 ആനകൾ അണിനിരക്കുന്ന പകൽപൂരം നടക്കും. വൈകിട്ട് വർണ്ണമഴ, തായമ്പക, നാടകം എന്നിവയുമുണ്ടാകും. പ്രസിഡന്റ് രാജീവൻ, സെക്രട്ടറി സ്വപ്ന ജോളി, ഖജാൻജി അഭിമന്യു, വൈസ് പ്രസിഡന്റ് പവിത്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആധുനിക സൗകര്യത്തോടുകൂടി നവീകരിച്ച വടക്കാഞ്ചേരി ബോയ്സ് LP സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ നിതിൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി, കൌൺസിലർ വൈശാഖ് നാരായണസ്വാമി, ഓട്ടോമൊബൈൽ സൊസൈറ്റി ചെയർമാൻ TP ഗിരീഷ്, പ്രധാന അധ്യാപിക ഇൻചാർജ് ലീലാംബിക തുടങ്ങിയവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരത്തിങ്കൾ മഹോത്സവത്തോടനുബന്ധിച്ച് പറപ്പുറപ്പാട് ആരംഭിച്ചു. ഈ മാസം 19-നാണ് മകരത്തിങ്കൾ മഹോത്സവം. വടക്കുമുറി പടിഞ്ഞാറ്, വടക്കുമുറി മന്ദ്യം, വടക്കുമുറി തെക്ക്, താന്യം വടക്ക്, പൈനൂർ, ചാഴൂർ, അന്തിക്കാട് എന്നീ 7 ദേശ കമ്മിറ്റിക്കാരും സെൻട്രൽ കമ്മിറ്റിക്കാരുടെയും നേതൃത്വത്തിലാണ് മകര തിങ്കൾ മഹോത്സവം ആഘോഷിക്കുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും സിവിൽ എഞ്ചിനീയറിംഗ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ശനിയാഴ്ച നടക്കും. ശനിയാഴ്ച രാവിലെ 11:30-ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അക്കാദമി
ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ IT സീന, A രാജലക്ഷ്മി, S അഭിജിത്ത്, ഷിജു വർഗീസ്, MV ബിജു എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,065, പവന് 1,04,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കലാപൂരത്തിനൊരുങ്ങി പൂരനഗരി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരശീല ഉയരും. ഊട്ടുപുരയിൽ പാലുകാച്ചൽ ചടങ്ങ് നടന്നു. ആവേശമായി സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത് പോലീസ്. സുരക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത് 1000-ഓളം പോലീസുകാരെ. കലോത്സവ വേദികൾ വിജിലൻസ് നിരീക്ഷിക്കും. ഗ്രീൻ പ്രോട്ടോകോൾ ലംഘിച്ചാൽ പിഴ ഈടാക്കുമെന്ന് മേയർ. കുണ്ടന്നൂർ മാവിൻചുവട് പരിസരത്ത് പൊന്തക്കാട് വൃത്തിയാക്കുന്നതിനിടയിൽ 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. സാരമായി പരിക്കേറ്റ 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ കോൺക്രീറ്റ് കനാൽ തകർന്നു. പറമ്പുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തി. നിർമ്മാണത്തിലെ അപാകതയാണ് കനാൽ തകരാൻ കാരണമെന്ന ആക്ഷേപം. ഇരിങ്ങാലക്കുട കാട്ടൂരിൽ പോലീസ് ജീപ്പിടിച്ച് പരിക്കേറ്റ സൈക്കിൾ യാത്രികൻ മരിച്ചു. ദേശീയപാത 66 ചിന്ത്രാപിന്നി 17-ാം കല്ലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്ക്. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.